കേന്ദ്ര വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് സംസ്ഥാനം. അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അധികാരം നൽകണം. കേന്ദ്രം നിയമ ഭേദഗതി വരുത്താതെ പരിഹാരമാകില്ലെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. വിവരങ്ങളുമായി ആറോഷിപാൽ, വന്യജീവി ആക്രമണം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സംസ്ഥാനം കേന്ദ്രത്തിന് ഇങ്ങനെ ഒരു കത്തയച്ചിരിക്കുന്നത്. ഇതിൽ മറുപടി ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്താണ് സംസ്ഥാനം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, റോഷി? അരുൺകുമാർ, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ ഒറ്റ നിലപാട് മാത്രമാണ്. കേന്ദ്ര സർക്കാർ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നാണ്. കാരണം സംസ്ഥാനത്ത് കാടുകളിൽ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. പ്രത്യേകിച്ച് അക്രമകാരികളായ കടുവകളും അതുപോലെ ആനകളും അടക്കം വർദ്ധിച്ച സാഹചര്യമുണ്ട്. കാട്ടുപന്നികളുണ്ട്. ഈ മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് വലിയ രീതിയിൽ പരിക്കുപറ്റുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അത് വിലയിരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി വരുത്തണമെന്ന നിലപാടാണ്. സംസ്ഥാനം അത് നിരന്തരം ആവശ്യപ്പെടുകയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകുന്നില്ല. പാർലമെന്റിലടക്കം സംസ്ഥാനത്തെ എംപിമാർ പലപ്പോഴും ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് കേന്ദ്രം അവിടെ ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ അയച്ച കത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. മൃഗങ്ങളെ വേട്ടയാടുന്നതിന് അനുകൂലമായ നിലപാട് തന്നെയാണ് സർക്കാരിന്. അങ്ങനെ പന്നികളെ അടക്കം കൊന്നുകഴിഞ്ഞാൽ അതിനെ മറവ് ചെയ്തോ എന്ന കാര്യം പരിശോധിക്കേണ്ടതില്ല. അതിന്റെ പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പോകേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അത് കൃത്യമായ സന്ദേശമാണ് ഇക്കാര്യത്തിൽ. അങ്ങനെ മനുഷ്യരെ ആക്രമിക്കുന്ന ജീവികളെ ആക്രമിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടിലേക്ക് തന്നെ സർക്കാർ എത്തുകയാണ്. അരുൺകുമാർ, ഇതിൽ റോഷി, മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. വന്യമൃഗങ്ങളെ ഏതെങ്കിലും തന്നെ വെടിവെച്ചു കൊന്നാൽ, ഈ കാട്ടുപന്നി അടക്കമുള്ളവയെ വെടിവെച്ചു കൊന്നാൽ അവയെ എങ്ങനെ സംസ്കരിച്ചു എന്ന് ആരും പോയി പരിശോധിക്കേണ്ടതില്ല. വെളിച്ചെണ്ണയിലാണോ മണ്ണെണ്ണയിലാണോ സംസ്കരിച്ചതെന്ന് ആരും പരിശോധിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ഉറപ്പായ ഒരു നിയമമായി വേണമെന്നുള്ളതാണ് പലരുടെയും ആവശ്യം. അതിനുവേണ്ടിയുള്ള അനുമതിയാണ് ഇപ്പോൾ കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രം ഈ വിഷയത്തിൽ പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല. അതല്ലെങ്കിൽ വന്യജീവി ഭേദഗതി നിയമം വരേണ്ടതുണ്ട്. അത് കേന്ദ്രത്തിലാണ്, പാർലമെന്റാണ് നിയമ ഭേദഗതി നടപ്പിലാക്കേണ്ടത്.